ഫസ്റ്റ് ലവ്, ബാല്യകാല പ്രണയം പറഞ്ഞു. കോളേജില് ലവിനെ പറ്റിട്ടൊക്കെ പറഞ്ഞായിരുന്നല്ലോ വേറെ ചാനലിലൊക്കെ. ഞാൻ പറഞ്ഞ എനിക്ക് വളരെ എന്റെ ഓർമ്മ വെച്ച സമയത്ത് ഒരു ക്രഷ് ഉണ്ട് എനിക്ക്. അത് പറഞ്ഞാൽ മതി, ഞങ്ങക്ക് കേട്ടാ മതി. LKG ക്രഷ് എന്നാണ് ഇനി അന്ന് നമുക്ക് പറഞ്ഞൂടല്ല ഇത് ക്രഷ് ആണെന്ന്. പിന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് ഈ കുട്ടീനോട് ക്രഷ് ആയിരുന്നു. LKG UKG കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾ കുറച്ച് ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഒക്കെ ആകുമ്പോഴത്തേ അതായത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഇരുന്നൊക്കെ. ഒരുമിച്ച് അതായത് അന്ന് നമുക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള നല്ല ഫ്രണ്ട്. പക്ഷെ ആ കൊച്ചിനെ മനസ്സിലായോ? അതിനൊന്നും എനിക്കറിയില്ല. ചെറുപ്പം ഫസ്റ്റ് എന്ന് പറഞ്ഞോണ്ടാട്ടോ പറയണേ, അല്ലാണ്ട് മനസ്സിലായ സംഭവം സിനിമയിലുള്ളതൊന്നും വേണ്ട, പണ്ടത്തെ മതി. പാപരാജന്റെ ക്യൂരിയോസിറ്റി ഉണ്ട്. 9th സ്റ്റാൻഡേർഡിലുള്ള ഒരു ജൂനിയർ ആയിട്ട് ഇഷ്ടത്തിലായി. ജൂനിയർ ആർട്ടിസ്റ്റ് അല്ല 9th സ്റ്റാൻഡേർഡ് ജൂനിയർ. ഞാൻ കേൾക്കാൻ ജൂനിയർ ആർട്ടിസ്റ്റ് സ്കൂളില് പഠിക്കും. ഒരു വർഷമൊക്കെ പോയി പിന്നെ ഞങ്ങളോടൊന്നും എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. എന്താ പറയാൻ മാത്രം. ആ കുട്ടി ഇപ്പൊ നല്ലൊരു കെട്ടി ഒരു നല്ല കൊച്ച്, നല്ല ഒരു മോള് കൊച്ചൊക്കെ ആയിട്ട് ജീവിക്കുന്നു. ഞാൻ അതിനകത്ത് ഇപ്പൊ എന്ത് പറയാൻ. കോണ്ടാക്ട് ഉണ്ടോ? നല്ല മീൻ അങ്ങനെ ഞങ്ങൾ അടിച്ചു പിരിഞ്ഞവരൊന്നും അല്ല. പക്ഷെ ആ പിരിഞ്ഞ സമയത്ത് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. പിന്നെ എന്നാലും ഇടയ്ക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. ഒരു വയസ്സിന് വ്യത്യാസമല്ലോ. പിന്നെ അവളുടെ കല്യാണത്തിനെല്ലാം പോയിരുന്നു. ഈ സമയത്ത് ബാബുരാജ് ചേട്ടാ, നമ്മുടെ ഒരു ഇപ്പം എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് അറിയത്തില്ല, ഇങ്ങനെ റിലേഷൻ ഉള്ളവരുടെയൊക്കെ ബ്രേക്കപ്പ് ആയതിനു ശേഷം പിന്നീട് അവരുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ എടുത്തു നോക്കുന്ന പരിപാടിയുണ്ട്. അതൊക്കെ ബാബുരാജ് ചേട്ടാ, പണ്ട് ഇൻസ്റ്റാഗ്രാം ഒന്നും ഇല്ലെന്ന് എനിക്ക് അറിയാം, എന്നാൽ അവരെവിടെയായിരിക്കും, അവര് അങ്ങനെയുള്ള ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ബാബുരാജ് ചേട്ടന്റെ ആ സിറ്റി വെക്കാണ്ടിരിക്കണം നല്ലത്. ആണോ? കാരണം വെച്ചാല് കാരണം നമ്മുടെ കൂടെ പഠിച്ച ആൾക്കാരുടെ സിറ്റിയൊക്കെ മാറിയിട്ടുണ്ടാവും, മനസ്സിലല്ലേ? കാരണം നമ്മുടെ ഒരു നോക്കുമ്പോ അപ്പൊ ആ രൂപത്തിലായവരെ നമുക്ക് അങ്ങനെ ഒരു ഇത് ഉണ്ടാവാറില്ല. പിന്നെ നമ്മുടെ കൂടെ അത്ര ഇതായിട്ടുള്ള ആൾക്കാരൊക്കെ ഗ്രൂപ്പ് ഇപ്പൊ നമ്മളിവിടെ ഉണ്ട്. നമ്മുടെ സ്കൂളിൽ പഠിച്ചവരുടെ ഗ്രൂപ്പ് ഉണ്ട്, പ്രീ ഡിഗ്രിക്ക് പഠിച്ചവരുടെ ഗ്രൂപ്പ് ഉണ്ട്, ഡിഗ്രിക്ക് പഠിച്ചവരുണ്ട്, ലോ കോളേജ് പഠിച്ചവരുണ്ട്. അപ്പൊ അതിലൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഓടിച്ചു നോക്കും, അത്രേ ഉള്ളൂ. കോളേജിലെ പ്രണയം കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഈ പ്രണയ സീനില് ഇതേപോലെ ഞാൻ വായിച്ചാണ്, സാന്ദ്ര ചേച്ചി ഇടയ്ക്ക് വന്നിട്ട് റൊമാൻസ് വേണം, കണ്ണില് റൊമാൻസ് വരണം, പ്രണയം വരണം, അങ്ങനെ ഭയങ്കര കുറയ്ക്കാനായി ഇവരങ്ങനെ പറഞ്ഞ് ഭീഷണിയാണ്. പ്രണയം അത്രയ്ക്ക് വേണ്ട. ലാസ്റ്റ് അങ്ങനെ അല്ല സാന്ദ്ര മറ്റന്നാളാണ് കേട്ടോ പ്രണയം കണ്ണില്. അപ്പൊ നമ്മുടെ കണ്ണിലാണെങ്കിൽ കട്ടപ്പനയാണല്ലോ, നമ്മളെ തണുപ്പാണല്ലോ അവിടെ. വൈകിട്ടാകുമ്പോ നമുക്ക് പ്രണയമൊക്കെ മാറ്റി വെക്കുമല്ലോ. വൈകിട്ടാകുമ്പോ നമ്മള് ഈ പറയുന്ന പോലെ തണുപ്പിനെ ചെറുക്കാനുള്ള എന്തെങ്കിലും പരിപാടിയൊക്കെ നടത്തിയിട്ട് കാലത്ത് എണീറ്റ് വരുമ്പോഴേക്കും കണ്ണില് പ്രണയമൊക്കെ പോയിട്ട് വേറെ പലതുമായിരിക്കും. തട്ടിച്ചൊക്കെ ഇരുന്നിട്ട് പ്രണയം കണ്ണിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ചെയ്തത്. നാം ചേർന്ന വഴികൾ അടിപൊളിയായിരുന്നല്ലേ? അടിപൊളിയായിരുന്നു. അതാ ഞാൻ എസ്പെഷ്യലി പറയാൻ കാരണം. അതിൻ്റെ അകത്തൊക്കെ അത് ഞാൻ വായിച്ചു, സാന്ദ്ര ചേച്ചി ഭയങ്കര പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഇതൊക്കെ. അപ്പം അതിൻ്റെ അകത്ത് ഇങ്ങനെ പിടിച്ചിങ്ങനെ എടുക്കുന്ന അങ്ങനത്തെ ഒരു സീനുണ്ട്. അതേപോലെ മഴ സീനുണ്ട്. അവിടെ മറ്റേ തൂവാലത്തുമ്പികളിലൊക്കെ പറയത്തില്ലേ, മഴയും പ്രണയം തമ്മിൽ ഭയങ്കര കാണാൻ. ശരിക്കും തോന്നിയിട്ടുണ്ടോ? നിങ്ങൾക്ക് തോന്നാറുണ്ടോ? എനിക്കങ്ങനെ തോന്നാറില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചു. അതെന്ന് വെച്ചാൽ കിട്ടാണ്ടിരിക്കുമ്പോഴാണല്ലോ അതിന് ഏറ്റവും കൂടുതൽ നമുക്ക് എന്നെ ട്രോളുവാണല്ലോ കർത്താവേ. കിട്ടാതിരിക്കുമ്പോഴാണ് നമുക്ക് തോന്നണില്ല എന്ന് പറയുന്നത്. സമയം നമുക്കത് എന്തെങ്കിലും മഴ വരുമ്പോൾ നമുക്കൊരു ഇതുണ്ട്. അപ്പൊ ഞങ്ങളുടെയൊക്കെ ബാല്യകാലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് കണ്ടു വളരുന്ന ഇതാണല്ലോ. അപ്പൊ നമ്മൾ ഈ തൂവാനത്തുമ്പികളൊക്കെയാണ് നമ്മുടെ റെഫറൻസ് ആയിട്ടുള്ള സിനിമകളൊക്കെ. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, ഇതൊക്കെയാണ്. പിന്നെ ചാമരം. അല്ലെ, ഏകദേശം അതേപോലത്തെ ഒരു സാധനമില്ലേ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കി. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളിലെ രണ്ടുപേര് ഒരു ഇതിങ്ങനെ പൊതിഞ്ഞിട്ട് രണ്ടുപേര് ഇരിക്കണ പോലത്തെ ഒരു സാധനമല്ലേ നിങ്ങൾ മറ്റേ ടർപ്പായ വെച്ചിട്ട്? അതല്ലേ? അല്ല ഇതിപ്പോ പറഞ്ഞപ്പോഴാണ്. അല്ല, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പിലൊക്കെയാണ് ഞങ്ങളൊക്കെ ബാല്യകാലത്തിലെ ഏറ്റവും വലിയ ചാമരം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു ഭരതൻ സാറിന്റെ. അത് കണ്ടിട്ടാണ് പ്രതാപത്തിനും മറ്റേ എന്താ പേര് അതാണ് ടീച്ചറിനെ സ്നേഹിക്കുന്നത്. അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ മരിച്ചു. അതൊക്കെ കണ്ടിട്ട് നമ്മൾ കോളേജിലേക്കുള്ള. അപ്പൊ നമ്മൾ ഏത് ടീച്ചർമാരെ കണ്ടാലും പ്രണയമാണല്ലോ. മറ്റേ പ്രേമത്തിലെ പോലെ പ്രേമം വേറെ വെറൈറ്റി. അങ്ങനെ ഭയങ്കര ഇഷ്ടത്തിലാവുമല്ലോ അതിനകത്ത്. അതെ 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 അതെ. അപ്പൊ അതിനകത്ത് ആ ഒരു ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ സ്കൂൾ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് ഇപ്പൊ നമ്മൾ എപ്പോഴും ഈ അന്നൊക്കെ നമ്മൾ ഈ സിനിമയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. ആ പ്രായത്തിൽ പ്രേമമൊക്കെ അതാണ്. ഒരു 10-18 വയസ്സ് വരെ നമ്മൾ എന്താണോ അതിൽ കണ്ടതെന്ന് അതുപോലെ ഇവിടെ ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ സ്വന്തമായിട്ട് വേണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ നമുക്കൊരു 25 വയസ്സൊക്കെ കഴിയും. എന്റെ പ്രേമം വേറെ സ്റ്റൈലിലാക്കണം എന്നൊക്കെ, പ്രണയം. അപ്പോഴേക്കും അപ്പൊ ചിലപ്പോ ഉണ്ടാവില്ല. അതെ അതെ. അപ്പൊ ഇതൊക്കെ നമ്മളെ അവിടെ നമ്മളെ സ്വാധീനിക്കും.